സന്ദേശം എന്ന ഈ പ്രോഗ്രാമിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ നാളുകളിൽ കർത്താവിൻ്റെ വചനവുമായി ഈ മാധ്യമത്തിലൂടെ നിങ്ങളുടെ മുമ്പിലെത്തുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തനായ ദൈവം അത്രേ. ഒരല്പസമയം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുകയും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുക. ഇന്ന് പകലിൽ ഒരല്പസമയം ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ഉള്ള കുറച്ച് വാക്യങ്ങൾ നമുക്ക് ചിന്തിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഈ ഒരു വാക്യത്തിന് മുമ്പ് 8-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയും. ഒരു പാപിയായ ഒരു സ്ത്രീയെ കുറച്ചു പേർ ചേർന്ന് കല്ലെറിഞ്ഞ് കൊണ്ടുവരികയും കർത്താവ് ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നിട്ടിട്ട് മോശയുടെ ന്യായപ്രമാണ പ്രകാരം പാപം ചെയ്ത ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള ന്യായപ്രമാണം അനുസരിച്ച് അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ തക്കവണ്ണം കുറച്ചു പേർ ചേർന്ന് അവളെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. ആ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ വചനം പറയുന്നു, യേശു കർത്താവ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഉടനെ തന്നെ കല്ലെറിയുവാൻ നിന്ന പുരുഷാരം കല്ലുകളെ അവിടെ ഇട്ടിട്ട് ആ സ്ത്രീയെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇട്ടേച്ച് അവർ മാറിപ്പോകാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ യേശു കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന ആ സ്ത്രീയുടെ പാപത്തെ കർത്താവ് മോചിച്ചു കൊടുക്കുകയും ന്യായപ്രമാണ പ്രകാരമുള്ള മരണത്തിൽ നിന്ന് ആ സഹോദരിയെ വിടുവിച്ച് ജീവങ്കിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇതിനെ ചോദ്യം ചെയ്ത പരീശന്മാർ ഏത് അധികാരത്തിന്മേൽ ഇത് ചെയ്തു എന്നുള്ള സംസാരങ്ങളും വിഷയങ്ങളും തർക്കങ്ങളും അവിടെ വരികയും ഒത്തിരി ദൈവവചനത്തിൽ നിന്നും അബ്രഹാമിൻ്റെ കാലം മുതൽ അതിനു മുമ്പേ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞാൻ ഉണ്ടായിരുന്നു, പിതാവിങ്കിൽ നിന്ന് വന്നതാണ് എന്നുള്ള ആത്മീക മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ തുടങ്ങിയപ്പോൾ അത് കേട്ടിട്ട് മനസ്സിലാകാത്ത ജനം ഹല്ലേലൂയ കർത്താവിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് ഭാവിച്ചു. അവിടെ 8-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യം പറയുന്നു, അപ്പോൾ അവർ അവനെ എറിവാൻ കല്ലെടുത്തു, യേശു മറഞ്ഞ് ദേവാലയം വിട്ടുപോയി. അവരുടെ ഇടയിൽ നിന്ന് മാറി കർത്താവ് പോയി. അത് കഴിഞ്ഞതിന് ശേഷം 9-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. ഹല്ലേലൂയ. യേശു കർത്താവ് പോകുന്ന വഴിയിൽ ഈ മനുഷ്യനെ കണ്ടു എന്നാണ് അവിടെ വചനം പഠിപ്പിക്കുന്നത്. ആ മനുഷ്യൻ തൻ്റെ അടുക്കലേക്ക് വന്നതല്ല, എന്നെ സൗഖ്യമാക്കണമേ എന്ന് മറ്റു പല ഭാഗങ്ങളിലും പലരും ദൈവത്തോട് നിലവിളിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നതല്ല, എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞതല്ല. അവിടെ വചനം വളരെ വ്യക്തമായി പറയുന്നു, അങ്ങനെ അവൻ കടന്നു പോകുമ്പോൾ ആ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. ഹല്ലേലൂയ. ഈ മനുഷ്യനെ കണ്ടു കഴിഞ്ഞതും കൂടെ വന്ന ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, ഈ മനുഷ്യൻ കുരുടനായി പിറക്കുവാനുള്ള കാരണം എന്താണ്? ഹല്ലേലൂയ. എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ കുരുടനായി പിറന്ന്? ഇവൻ്റെ അമ്മയപ്പന്മാരോ ഇവനോ പാപം ചെയ്തിട്ടാണോ ഈ മനുഷ്യൻ കുരുടനായി പിറന്നത് എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ആ സമയത്ത് കർത്താവ് പറഞ്ഞതാണ്, ഈ മനുഷ്യൻ കുരുടനായി പിറക്കുവാൻ തക്കവണ്ണം ഒരുപക്ഷെ അവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടല്ല, അവൻ പാപം ചെയ്തിട്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ മഹത്വം. 3-ാമത്തെ വാക്യം പറയുന്നു, അവൻ എങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിന് അത്രേ. ഹല്ലേലൂയ. ഈ കർത്താവ് പറയുന്നതാണ്, അവനോ അല്ലെങ്കിൽ അവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല ഈ പ്രതികൂല ഈ രോഗം അല്ലെങ്കിൽ ഈ കണ്ണ് കാണുവാൻ കഴിയാതിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലൂടെ ഈ മനുഷ്യൻ കടന്നു പോകുന്നത് ഒരു പാപത്തിൻ്റെ പരിണിത ഫലമല്ല, ദൈവത്തിൻ്റെ മഹത്വം അവൻ്റെ മേൽ വെളിപ്പെടുവാൻ അത്രേ. ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ച് പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മൾ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾക്കകത്ത് കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു രോഗം, ഏതെങ്കിലും ഒരു കടബാധ്യത, ഏതെങ്കിലും ഒരു ശമിക്കപ്പെട്ടതുപോലുള്ള അനുഭവങ്ങൾ, ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് പോലുള്ള സാഹചര്യങ്ങൾ, ഒരുപക്ഷെ മാരകമായ രോഗങ്ങൾക്കകത്തൂടെ കടന്നു പോകുമ്പോൾ ഹാലിലെ ഒന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു നിരാശ വരെ, എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചല്ലോ എന്ന് തോന്നും. അതുപോലെ അതിനേക്കാൾ നമ്മെ ഭാരപ്പെടുത്തുന്ന
പറ്റുന്ന ഒരു വിഷയമാണ് നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നവർ ഹല്ലേലൂയ നമുക്കെതിരെ വിരൽ ചൂണ്ടുന്നത്. അവർ പിന്നെ ചികയുവാൻ തുടങ്ങി. എന്തുകൊണ്ട് ഈ വ്യക്തിക്ക് ഈ രോഗം വന്നു, എന്തുകൊണ്ട് ഈ വ്യക്തിക്ക് തകർച്ച വന്നു, എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനൊരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് എന്ന് മറ്റുള്ളവർ നമ്മെ നോക്കി ചികയുവാൻ തുടങ്ങുക, വിരൽ ചൂണ്ടുവാൻ തുടങ്ങുക. ഹല്ലേലൂയ. അതുവരെ കാണാത്ത കുറവുകളെ മനുഷ്യർ കണ്ടെത്തുവാൻ തുടങ്ങുക. ഇതുവരെ ഈ മനുഷ്യൻ കുരുടനായി ഇരിക്കുമ്പോൾ തന്നെ ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ആരും അവരോട് ഒരുപക്ഷെ ചോദിച്ചു കാണാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ചോദിച്ചില്ലായിരിക്കാം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വിളിച്ച് പറയട്ടെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ദൈവ സാന്നിധ്യത്തിൽ ദൈവവചനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ ആരെങ്കിലും നിങ്ങളെ നോക്കി വിരൽ ചൂണ്ടുന്നു എങ്കിൽ എനിക്ക് നിങ്ങളൊരു ദൂത് പറയുവാനുണ്ട്. ഇതൊരിക്കലൊരു ശാപത്തിനോ ഒരു മരണത്തിനോ കാരണമാകുമാറ് ഈ നിങ്ങൾ കടന്നു പോകുന്ന ഈ വിഷയത്തെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ കർത്താവിന് നിങ്ങളെ അറിയാം. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ കാണുന്നത് പോലെ അല്ല പ്രിയ ദൈവമക്കളെ കർത്താവ് നമ്മളെ കാണുന്നത്. ഈ യേശു നമ്മളെ കാണുന്നത് നമ്മുടെ പിറകിലുള്ളതിനേക്കാണ്. ഒരു മനുഷ്യൻ നമ്മുടെ ഉള്ളത്തിനെ അറിയത്തില്ല, നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതെന്ന് അറിയത്തില്ല, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ നീതിയുള്ളതോ അല്ലയോ എന്ന് ഒരു മനുഷ്യൻ അറിയത്തില്ല. പക്ഷേ നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിച്ച, നമ്മുടെ വളർത്തി ഇന്നോളം കൊണ്ടുവന്ന നമ്മുടെ കർത്താവിനറിയാം നമ്മുടെ ഹൃദയങ്ങളെ. വചനം പറയുന്നു അവൻ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്തറിയുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളങ്ങളെ കർത്താവ് ശോധന ചെയ്തറിയുന്നു, നമ്മുടെ ചിന്തകളെ കർത്താവ് ശോധന ചെയ്തറിയുന്നു, നമ്മുടെ വിചാരങ്ങളെ അവൻ അറിയുന്നു, നമ്മുടെ ഉള്ളത്തിൻ്റെ തേങ്ങലുകളെ എൻ്റെ കർത്താവ് അറിയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏത് വിഷയത്തിനകത്തൂടെയാണോ പ്രിയ സഹോദര, പ്രിയ സഹോദരി ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത്, ഈ വചനം നിങ്ങളുടെ അടുക്കൽ എത്തുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു രോഗത്തിലും ഏതെങ്കിലും ഒരു കഷ്ടതയിലും മറ്റുള്ളവർ നിന്നെ കുറ്റം വിധിക്കുന്ന അനുഭവത്തിലൂടെയൊക്കെയും നീ കടന്നു പോകുന്നുണ്ടായിരിക്കാം. എനിക്ക് നിങ്ങളൊരു സുവാർത്ത പറയുവാനുണ്ട്. ഇതൊരിക്കലും നിന്റെ നാശത്തിനായിട്ടല്ല, ഇതൊരിക്കലും നിന്റെ ശാപത്തിനായിട്ടല്ല, ഇതൊരിക്കലും നിന്റെ അവസാനമല്ല പ്രിയ സഹോദരങ്ങളെ. ഇത് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ ഇത് കാരണമായി തീരും. ഹല്ലേലൂയ. ഇതുവരെ ദൈവത്തിന്റെ മഹത്വം കാണാതെ ഏതെങ്കിലും അടഞ്ഞ അനുഭവത്തിനകത്തായിരിക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയുക, ഈ മനുഷ്യനെ നോക്കി കർത്താവ് പറഞ്ഞു ദൈവത്തിന്റെ മഹത്വം ഇവങ്കിൽ വെളിപ്പെടുവാനാണ് ഇവൻ ഇന്നോയോളം ഈ കുരുടനായിരിക്കുന്നത്. അവനെ മറ്റുള്ളവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് അവനോട് കരുണ തോന്നി. ഹല്ലേലൂയ. ഒരു കോണിൽ തള്ളപ്പെട്ട് കിടന്നവൻ, ഇതിനകത്ത് അധ്യായം മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം അവന് മാതാപിതാക്കളുണ്ട്. ഹല്ലേലൂയ. ഈ സൗഖ്യം പ്രാപിച്ചതിന് ശേഷം മറ്റു സഭയ്ക്കകത്തുള്ള ദേവാലയത്തിനകത്തുള്ള മൂപ്പന്മാർ വന്നിട്ട് ഇവനെ ആര് സൗഖ്യമാക്കി, ഇവൻ എങ്ങനെ സൗഖ്യമായി എന്ന് ചോദിച്ച് ഒരു പ്രശ്നമായി അവരുടെ അടുക്കലേക്ക് വരുമ്പോൾ മാതാപിതാക്കൾ പറഞ്ഞതാണ് അവന് പ്രായമുണ്ടല്ലോ, അവനോട് തന്നെ ചോദിച്ചു കൊള്ളുക. ഹല്ലേലൂയ. അവൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ ഒരുപക്ഷെ മാതാപിതാക്കൾ പോലും മടിക്കുന്ന ഒരു സാഹചര്യം, ഒരു അനാഥനായിട്ട് കിടക്കുന്നത് പോലെ കിടക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ സമയത്ത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ആർ നിനക്ക് വേണ്ടി കരുതിയില്ലെങ്കിൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കരുതും. പിന്നത്തേതിൽ വചനം വായിച്ചു കഴിയുമ്പോൾ 35-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ മനുഷ്യൻ, ഈ കുരുടനായി വഴിവെക്കത്തിരുന്ന ഈ മനുഷ്യൻ കർത്താവിനെ അനുഗമിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരും തന്നെ തേടി വരാതിരുന്നപ്പോൾ, ഒരു സഭക്കാരോ ഒരു പുരോഹിതന്മാരോ ഒരു പ്രമാണിമാരോ ആരും തന്നെ തേടി വരാതിരുന്നപ്പോൾ വഴിയിൽ കണ്ട ഒരുവനെ സൗഖ്യമാക്കി. ആ സൗഖ്യമാക്കിയവൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞതിന് ശേഷം അവനെ വിട്ടുപോകുവാൻ അവന് മനസ്സുണ്ടായില്ല, പഴയതിലേക്ക് പോകുവാൻ അവന് മനസ്സുണ്ടായില്ല. അവൻ ഈ ക്രിസ്തുവിനെ പിൻപറ്റുന്നവനായി മാറി. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഈ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് വരുവാൻ എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു വിശ്വാസം മാത്രം മതി. നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമാണ് യേശു. എൻ്റെ ഈ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ളവനാണ് യേശു എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ മേൽ ഹല്ലേലൂയ. നിന്റെ മതം മാറുവാനോ നിന്റെ കുടുംബം മാറുവാനോ നിന്റെ പേര് മാറുവാനോ അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ അല്ല ഇവിടെ വചനം പഠിപ്പിക്കുന്നത്. ഒരുവന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെന്ന് സ്വർഗത്തിനൊരു പദ്ധതി വന്നു കഴിഞ്ഞാൽ നിശ്ചയമായി അത് വെളിപ്പെടുക തന്നെ ചെയ്യും. അതിന് നിന്റെ ചുറ്റുപാട് നിൽക്കുന്നവർ തടസ്സമാകയില്ല. ഹല്ലേലൂയ. എത്ര തന്നെ നിന്നെ അടഞ്ഞ അനുഭവത്തിനകത്ത് നീ പുറത്തു വരുവാൻ കഴിയാതെ അടച്ചു വെച്ചതുപോലെ നാല് ചുറ്റും പ്രതികൂലങ്ങൾ എത്ര തന്നെ കൊണ്ടുവന്ന് വെച്ചാലും ശരി
തന്നെ ഹല്ലേലൂയ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർ വാതിലുകൾ അടച്ചു. പടയാളികളെ ഭയന്ന് റൂമിനകത്ത് ഒളിച്ചിരിക്കുമ്പോൾ ഒരു സാധ്യതയുമില്ല. തങ്ങളുടെ ഗുരു തങ്ങളെ വിട്ട് മാറിപ്പോയി എന്നുള്ള ഭയം യേശു കർത്താവിനെ പിടിച്ചു കൊന്നതുപോലെ ശിഷ്യന്മാരെ അവർ ഉപദ്രവിക്കുമോ എന്നുള്ള ഭയം. യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ റോമൻ പടയാളികൾ തങ്ങളെ ഉപദ്രവിക്കുമെന്നുള്ള ഭയം. എല്ലാ സാഹചര്യങ്ങളും യഹൂദന്മാർ തങ്ങളെ കല്ലെറിയുമെന്നുള്ള ഭയം. ഈ ദിവസങ്ങളിലൊക്കെയും കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞ് നടന്നു. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ചു. അനേക രോഗികളെ സൗഖ്യമാക്കി. അനേക കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു. മുടന്തരെ നടക്കുമാറാക്കി. പക്ഷപാതക്കാരെ എഴുന്നേൽപ്പിച്ച് നടപ്പിച്ചു. ഇങ്ങനെ ഒരു ഗുരുവിൻ്റെ കീഴിൽ നടന്നപ്പോൾ അവർക്ക് ഭയമില്ലായിരുന്നു. ഇപ്പോൾ തങ്ങളുടെ ഗുരു മരണപ്പെട്ട് തങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ള ഭയം. ഇനി തങ്ങളെ പുറത്ത് കാണുമ്പോൾ യഹൂദന്മാർ കല്ലെറിയുമോ, യഹൂദന്മാർ തങ്ങളെ എതിർക്കുമോ എന്നുള്ള ഭയ. സാഹചര്യങ്ങളെ ഭയ. ഇതെല്ലാം സാഹചര്യങ്ങളെ വിട്ടുവന്ന കുടുംബക്കാർ തങ്ങളെ കളിയാക്കുമെന്ന് ഒരുപക്ഷെ അവർ ഭയന്നിരിക്കാം. സാഹചര്യങ്ങളെ അവർ ഭയന്നു, ജനത്തെ അവർ ഭയന്നു, സഭയെ അവർ ഭയന്നു. എല്ലാം കൊണ്ട് അവർ അടയപ്പെട്ട അനുഭവത്തിൽ റൂമിനകത്ത് അടഞ്ഞിരിക്കുമ്പോൾ അവർ വചനം പഠിപ്പിക്കുന്നു. അവിടെ നടുവിൽ എൻ്റെ കർത്താവ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ അങ്ങനെ ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. ആരൊക്കെയോ അടഞ്ഞ അനുഭവത്തിലായിരിക്കുന്നുണ്ട്. ആരൊക്കെയോ നിങ്ങൾ ഭയക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഗവൺമെന്റിനെ ഭയക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങൾ ഭയക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ പുറത്തിറങ്ങുവാൻ ഭയപ്പെടുന്നവർ കാണുമായിരിക്കാം. അങ്ങനെയുള്ളവർ ഞാൻ നിങ്ങൾ വിളിച്ചു പറയട്ടെ, യേശു കർത്താവ് നിങ്ങൾ ഏത് സാഹചര്യത്തിനകത്ത് അടഞ്ഞിരുന്നാലും ശരി തന്നെ, ദൈവത്തിന് നിന്റെ മേലൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവം നിന്നെ കണ്ടതാണെങ്കിൽ ഹല്ലേലൂയ നീ പുറത്തു വര്. ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെട്ട് വരുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. ഇവിടെ ഈ മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. എൻ്റെ കർത്താവ് അവനെ തൊട്ട് സൗഖ്യമാക്കി, ചേറുണ്ടാക്കി കണ്ണിന്മേൽ തേച്ചു. അതിനെ കഴുകുവാൻ ശീലോഹാം കുളത്തിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ ചെന്ന് കഴുകി ആ മനുഷ്യൻ സൗഖ്യമുള്ളവനായി മടങ്ങി വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം എന്നെ കേൾക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ എന്തെങ്കിലും ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നു എങ്കിൽ ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെക്കുക എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഏതൊക്കെയോ വിഷയത്തിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ അവിശ്വസിക്കേണ്ട, നിങ്ങൾ അത് ചെയ്യുക. ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരിക്കും. ഇങ്ങനെ സൗഖ്യമായി മടങ്ങി വന്നതിന് ശേഷം അവിടെ 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. 8-9 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അയൽക്കാരും അവന് മുമ്പേ ഇരിക്കുന്നവനായി കണ്ടവരും ഇവനല്ലയോ ഇവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ എന്ന് പറഞ്ഞു. അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെ പോലെയുള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നു, അയൽക്കാരും അവനെ മുമ്പേ ഭിക്ഷ യാചിക്കുന്നത് കണ്ടവരും. ഹല്ലേലൂയ. അയൽക്കാരെന്ന് പറയുമ്പോൾ നമ്മളെ വല്ലപ്പോഴും കാണുന്ന ആൾക്കാരല്ല. നമ്മുടെ അയൽവാസികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ നിരന്തരം കാണുന്നവരാണ്. എപ്പോഴും നമ്മൾ പുറത്തിറങ്ങിയാൽ, നമ്മൾ യാത്ര പോകുമ്പോൾ, നമ്മൾ അകത്ത് വരുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ഭവനത്തിൻ്റെ ആ കോമ്പൗണ്ടിനകത്ത് നിൽക്കുമ്പോൾ എപ്പോഴും അയൽവാസികൾ നമ്മൾ കാണാറുണ്ട്. ഇവിടെ വളരെ വ്യക്തമായ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അയൽക്കാരും അവനെ മുമ്പേ അവിടെ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്നതായി കണ്ടവരും. ഹല്ലേലൂയ. അവർക്ക് പോലും അവനെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. അവർ പരസ്പരം സംസാരിക്കുകയാണ്, ഇവനാണോ ഇവിടെ ഇരുന്ന ആള്, ഇവനാണോ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ, ഇവനെ ആണോ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരുന്നത്, ഇവനാണോ ഒറ്റപ്പെട്ടവനായി ഇവിടെ ഇരുന്നത് എന്ന് അവർ പരസ്പരം സംസാരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ചിലർ പറയാണ്, അവനെ പോലെ വേറെ ഒരുവനായിരിക്കാം. ഒരുപക്ഷെ ഇവനായിരിക്കത്തില്ല ഇവിടെ ഇരുന്നത്. ഒരുപക്ഷെ ഇവനെ പോലെ വേറെ ആരോ ഒരാളാണ് ഇവിടെ ഇരുന്നത്. ഇവൻ എങ്ങനെ കണ്ണു കാണുവാൻ കഴിയുക? ഇവൻ എങ്ങനെ മറ്റുള്ളവരെ കാണുവാൻ കഴിയുക? ഇല്ല, ഇവൻ സൗഖ്യമാകുവാൻ സാധ്യതയില്ല. ഇവൻ്റെ കണ്ണ് കാണുവാൻ സാധ്യതയില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ച് പറയട്ടെ പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. പുറത്തു വരുവാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങൾക്കകത്ത് കുടുങ്ങിപ്പോയവർ, ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് പോലെ ചില രോഗങ്ങൾക്കകത്ത് ഇത് എനിക്ക് സൗഖ്യമാകത്തില്ല, സ്കിൻ സംബന്ധമായ രോഗങ്ങൾക്കകത്ത് അലർജി പോലെ സൗഖ്യമാക്കുവാൻ കഴിയാത്ത അങ്ങനെയുള്ള ചില രോഗങ്ങൾക്കകത്ത് കിടക്കുന്ന പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുവാൻ പോകുകയാണ്. നിന്റെ രൂപത്തെ കർത്താവ് അങ്ങ് മാറ്റും. നിനക്കൊന്ന് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? ഈ പറയുന്ന ദൈവത്തിൽ, ഈ ഞാൻ വിളിച്ചു പറയുന്ന യേശു കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവന് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. അവന് സൗഖ്യം ഇന്ന് നിന്ന് പോയിട്ടില്ല. വിശ്വസിക്കുന്നവന് വേണ്ടി
എൻ്റെ യേശു കർത്താവ് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ചില രോഗങ്ങൾക്കകത്ത് നീ കിടക്കുന്ന പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. ഈ സന്ദേശം നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊന്ന് വിശ്വസിക്കുവാൻ കഴിയുമോ? നിന്നെ ആൾ മാറിയതുപോലെ പരിശുദ്ധാത്മാവ് മാറ്റും. യേശു കർത്താവിന്റെ സൗഖ്യം നിന്റെ മേൽ വന്നാൽ, യേശു കർത്താവിന്റെ നോട്ടം നിന്റെ മേലൊന്ന് വന്നാൽ, ഹല്ലേലൂയ, വഴിവക്ക് തിരുന്നവനെ ദൈവം കണ്ടു. അവന്റെ അടുക്കലേക്ക് പോയവനെ അല്ല, ആലയത്തിൽ ഇരുന്ന ഒരു മനുഷ്യനെ അല്ല, അവൻ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ കണ്ടവനെ പോലെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം യേശു കർത്താവിന് പദ്ധതിയുണ്ടെങ്കിൽ ഇന്ന് പകലിൽ യേശുവേ എന്ന് വിളിക്കുന്ന, എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറയുന്ന, എന്നെ വിടുവിക്കണമേ എന്ന് പറയുന്ന നിന്നെ നോക്കി അവന് എത്രത്തോളം മനസ്സലിവുണ്ടാകും. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനെന്ന് വചനം പഠിപ്പിക്കുന്നു. ഇന്ന് പകൽ ചില വിഷയങ്ങൾക്കകത്തൂടെ കടന്നു പോകുന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് ഈ വിഷയത്തിന് മറുപടി ഉണ്ടാകുമോ? എൻ്റെ ഈ രോഗം സൗഖ്യമാക്കുമോ? ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഈ യേശു കർത്താവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ആലിൽ നിങ്ങൾ ഏത് ജാതിയോ, ഏത് മതമോ, ഏത് വർണ്ണവർഗ വ്യത്യാസമോ എന്ന് യേശു കർത്താവ് ചോദിക്കുന്നില്ല. ഈ യേശുവിനെ വിശ്വസിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ യേശുവിനെ സൗഖ്യമാക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? ഈ യേശു കർത്താവിന്റെ പ്രാർത്ഥിച്ചാൽ എനിക്ക് എൻ്റെ രോഗത്തിന് സൗഖ്യമാകുമെന്ന് നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ ഈ വചനാടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, അവന്റെ കരം നിങ്ങളുടെ മേൽ വരും. ഹല്ലേലൂയ. നിങ്ങൾ സൗഖ്യമുള്ള ദേഹിയായി മാറ്, നിങ്ങളുടെ ശരീരം സൗഖ്യമുള്ളതായി മാറ്. ഇങ്ങനെ ദൈവ മഹത്വം നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ വചനം പറയുന്നത് പോലെ നിന്നെ നിരന്തരം കളിയാക്കിക്കൊണ്ടിരുന്നവർ, നിന്നെ നിരന്തരം നിന്നെ നോക്കി പരിഹസിച്ചു കൊണ്ടിരുന്നവർ, നിന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നവർ, അതേ മനുഷ്യർ തന്നെ പറയും, ഓ ഇത് എങ്ങനെ മാറ്റം സംഭവിച്ചു, ഇതൊരു പുതിയ സൃഷ്ടി പോലെ ആയല്ലോ, നിന്റെ ശരീരത്തിന്റെ രൂപം അങ്ങ് മാറിയല്ലോ, നിന്റെ ജീവിത രീതി അങ്ങ് മാറിയല്ലോ. ഇന്ന് പകൽ അടയപ്പെട്ട അനുഭവത്തിൽ ജീവിത രീതികൾ മുമ്പ് കാലങ്ങളിൽ വളരെ സമ്പന്ന അവസ്ഥയിൽ ഇരുന്നിട്ട് ഈ ദിവസങ്ങളിൽ വളരെ ദാരിദ്ര്യമായ അനുഭവത്തിൽ പുറത്തിറങ്ങുവാൻ പോലും ഭയക്കുന്ന കുടുംബമേ, ഞാൻ നിന്നെ നോക്കി വിളിച്ചു പറയുന്നു, ഇതേ യേശു കർത്താവിന്റെ സാന്നിധ്യം നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങുമ്പോഴുണ്ടല്ലോ, ലോകം പിന്നെ നിന്നെ കാണുന്നത് ദൈവത്തിന്റെ മഹത്വം ചുമക്കുന്നവനായി കാണും. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ചുമക്കുന്നവളായി കാണും. പിന്നെ ലോകം പറയത്തില്ല ഈ പഴയ ശാപത്തിൽ കിടക്കുന്നവരെന്ന്. ലോകം പറയ ഇവൻ സൗഖ്യമായി എന്ന് പറഞ്ഞതുപോലെ നിന്നെ നോക്കി ലോകം വിളിച്ചു പറയുവാൻ പോകുന്നു, നീ ദൈവത്തിന്റെ മക്കളെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റുള്ളവർ നിന്നെ നോക്കി പറയുവാൻ പോകുന്നു. നീ വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് അസമാധാനത്തിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ദൈവസ്നേഹം നിന്റെ കുടുംബത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിന്നെ കുറ്റം വിധിക്കുന്നവർ പോലും പറയ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടത് പഴയതുപോലെ അല്ല, ഒരു വ്യക്തിക്ക് നിന്നെ നന്നാക്കുവാൻ കഴിയത്തില്ല എന്ന് പറയുന്നവർ ഹല്ലേലൂയ ദൈവ കരങ്ങളിലേക്ക് നിന്റെ തലമുറയെ കൊടുക്കുമോ? ഹല്ലേലൂയ. ഈ വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നത്, ഡിപ്രഷൻ ബാധിച്ച് റൂമിനകത്ത് ഒതുങ്ങിയ തലമുറയെ നോക്കി കരയുന്ന മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. ഇവൻ എങ്ങനെ മാറുമെന്ന് ചിന്തിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ഭവനങ്ങൾക്കകത്ത് അടയപ്പെട്ടു പോയ തലമുറയെ നോക്കി ഭാരപ്പെടുന്ന മാതാവേ, ആത്മാവിൽ ഞാൻ പറയട്ടെ, യേശു കർത്താവിന്റെ സാന്നിധ്യം അതേ റൂമിനകത്ത് ഇറങ്ങുവാൻ പോകുന്നു. നിന്റെ ഉള്ളം ഉരുകുന്നത് കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ ഹൃദയം വേദനിക്കുന്നത് കാണുന്ന ഒരു ദൈവമുണ്ട്. ഈ വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ മാതാവേ, നിന്റെ കണ്ണുനീരിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നുണ്ട്. നിന്റെ തലമുറയെ സ്വർഗം പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. ലോകം അവനെ നോക്കി പറയും, ഓ ഇത് എങ്ങനെ ഇത് മാറി, എങ്ങനെ ഈ തലമുറ പുറത്തു വന്നു, ആർ ഇവനെ സൗഖ്യമാക്കി, ഏത് ഡോക്ടറെയാണ് കാണിച്ചത് എന്ന് നിന്നോട് ലോകം ചോദിക്കുന്നത് പോലെ ഒരു മാറ്റം നിന്റെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ കൊണ്ടുവരുവാൻ പോകുന്നു. നീ വിശ്വസിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. നീ നാവെടുത്ത് പറയ, എന്റെ കർത്താവ് എന്നെ വിടുവിച്ചു, യേശു കർത്താവിന്റെ കുഞ്ഞിനെ വിടുവിച്ചു, യേശു കർത്താവിന്റെ റൂമിനകത്ത് ഇറങ്ങി വന്നു, അവനെ സ്വർഗം തൊട്ടു എന്ന് നീ പറയുമാർ സകല മഹത്വം കർത്താവിന് കൊടുക്കുന്നത് പോലെ ഒരു ദൈവ പ്രവൃത്തി ദിവസങ്ങളിൽ നിന്റെ ഭവനത്തിനകത്ത് തന്നെ അത് വെളിപ്പെടുവാൻ പോകുന്നു. ഹല്ലേലൂയ. അവനെ മുമ്പ് കണ്ടവർക്ക് മനസ്സിലായില്ല,
ഹല്ലേലൂയ, അവന് മുമ്പ് പരിചയമുണ്ടായിരുന്നവർ, നിരന്തരം കണ്ടുകൊണ്ടിരുന്നവർ, നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നവർ, അവർക്ക് മനസ്സിലായില്ല ഇവൻ എങ്ങനെ സൗഖ്യമാകുവാൻ കഴിയും. കാരണം ഇവൻ ജനിച്ചപ്പോഴേ കുരുടനായിരുന്നു. ഹല്ലേലൂയ. അവനെ കുഞ്ഞുനാൾ കണ്ടത് മുതൽ ആരും അവനെ സൗഖ്യമുള്ളവനായി കണ്ടിട്ടില്ല, ആരും അവനെ പുറത്തു വന്നവനായി കണ്ടിട്ടില്ല, ആരും അവനെ ഭിക്ഷയാചിച്ചിരുന്നിടത്തു നിന്ന് എഴുന്നേറ്റവനായി കണ്ടിട്ടില്ല. ആരുടെയൊക്കെയോ സഹായത്തിൽ മുന്നോട്ട് പോയവൻ. കുരുടൻ ഒരിക്കലും തനിയെ സഞ്ചരിക്കുവാൻ കഴിയത്തില്ല. എപ്പോഴും ഏത് കാര്യത്തിനും മറ്റുള്ളവരുടെ സഹായം വേണം. ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാൻ കഴിയില്ല, ഒറ്റയ്ക്ക് ഇരിക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ. നമ്മളൊന്ന് മനസ്സിലാക്കണം, അവൻ സൗഖ്യമാകുന്ന സമയത്ത് അവൻ്റെ മാതാപിതാക്കളോ സഹായിക്കുന്നവരോ അവരെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നില്ല. ഹല്ലേലൂയ. എങ്കിലും ഇവൻ കുരുടനാണെങ്കിൽ സഹായം വേണ്ടിയെടുത്ത് പോലും അവൻ ഒറ്റപ്പെട്ടു പോയി. ഇന്ന് ഈ സന്ദേശം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുമ്പോൾ ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർ എന്നെ കാണുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സഹായം ആവശ്യമാണ്, പക്ഷെ സഹായിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥ. ആരുടെയൊക്കെയോ ഒരു സഹായ ഹസ്തങ്ങൾ ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന ജീവിത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾ ഒറ്റപ്പെട്ട അനുഭവത്തിൽ ഇരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ ഒറ്റപ്പെട്ടവളെ പോലെ ഞാൻ ഭവനത്തിനകത്തിരിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് തോന്നി ദൈവാത്മാവ് അവരോടാണ് സംസാരിക്കുന്നത് എന്ന് തോന്നി. ഹല്ലേലൂയ. അതുപോലെയുള്ള പ്രിയ സഹോദര സഹോദരി, ഇന്ന് പകൽ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് വിളിച്ച് പറയട്ടെ, ദൈവ സാന്നിധ്യം ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഇറങ്ങി വരെ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു കർത്താവ്. എന്തുകൊണ്ട് ഞങ്ങളിത് വിളിച്ചു പറയുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയുന്ന ഒരു സന്തോഷമുണ്ട്, ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയുന്ന ഒരു സമാധാനമുണ്ട്. അത് ഈ ലോകം തന്ന ഒരു സന്തോഷമല്ല, ഈ ലോകം തന്ന ഒരു സമാധാനമല്ല. എന്നു മുതൽ ഈ വചനത്തിൽ നോക്കുവാൻ തുടങ്ങിയോ, ഈ ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ തുടങ്ങിയോ, ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റി. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ ജീവിതങ്ങളെ ഈ കർത്താവ് മാറ്റും. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇന്ന് നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവ സാന്നിധ്യം ഇന്ന് ഈ സമയത്ത് നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ ഇറങ്ങി വരുന്നതാണ് നമ്മുടെ കർത്താവ്. കാരാഗൃഹത്തിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടന്ന് അപ്പോസ്തലന്മാർ കിടന്ന് അവർ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ഇറങ്ങി എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിനകത്ത് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അതുപോലെയുള്ള സാഹചര്യങ്ങൾക്കകത്ത് ആരും ആശ്രയമില്ലാതെ അടയപ്പെട്ട അനുഭവത്തിനകത്ത് ബന്ധിക്കപ്പെട്ടതുപോലെ കൈകാലുകൾ ചലിപ്പിക്കുവാൻ പോലും കഴിയാതെ കിടക്കുന്ന പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? ദൈവ മഹത്വം നിന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ജീവിതം മാറുക തന്നെ ചെയ്യുക. ആർക്കും നിന്റെ വിടുതലിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. എൻ്റെ കർത്താവിൻ്റെ കൂടെ വന്ന ശിഷ്യന്മാരാണ് ഈ കുരുടനെ നോക്കി പരിഹസിച്ചതുപോലെ പറഞ്ഞത്, ആരുടെ പാപം കൊണ്ട് ഇവൻ ഇങ്ങനെ ഇരിക്കുന്നു, ആർ മുഖാന്തരമാണ് ഇവൻ കുരുടനായി മാറിയത്. നമ്മെ താങ്ങേണ്ടവർ, നമ്മെ ആശ്വസിപ്പിക്കേണ്ടവർ, ശിഷ്യന്മാരെന്ന് പറയുന്നവർ നമ്മുടെ സഹോദരങ്ങൾ നിന്നെ നോക്കി വിരൽ ചൂണ്ടുന്നവരാണോ? ഇന്ന് ഈ സമയത്ത് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. ഏത് സാഹചര്യമോ ആയിക്കൊള്ളട്ടെ പ്രിയ സഹോദരങ്ങളെ, ഏത് ബന്ധിക്കപ്പെട്ട അനുഭവമോ, ഏത് തകർന്ന അനുഭവമോ, ഞങ്ങളുടെ ജീവിതത്തിൽ നോക്കി എൻ്റെ കർത്താവ് വിടുവിച്ചതുപോലെ, ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നതുപോലെ ഇതേ ദൈവസ്നേഹം നിങ്ങളും അനുഭവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അനുഭവിച്ച സ്വാതന്ത്ര്യം നിങ്ങളും അനുഭവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി ഇന്ന് അത്ഭുതമായി വെളിപ്പെട്ട് വരുവാൻ പോകുന്നു. ചില ഭവനങ്ങൾക്കകത്തേക്ക് ദൈവത്തിൻ്റെ വിടുതൽ ചലിക്കുന്നത് എനിക്ക് ആത്മാവിൽ ഞാൻ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ചില പ്രവൃത്തികളെ ചെയ്തെടുക്കുന്നു. നീ തകർന്നവളെന്ന് മുദ്ര കുത്തിയപ്പെട്ടവരുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ തലമുറകളെ സ്വർഗം പുറത്തെടുക്കുവാൻ പോകുന്നു. തലമുറകളുടെ ജീവിതത്തിൽ നിന്റെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ പോകുന്നു. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ അല്പസമയം വചനത്തിൽ നിന്ന് ഞാൻ ചിലത് സംസാരിച്ചു. എൻ്റെ കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ വചനം ജീവനുള്ളതാണ്. ഹല്ലേലൂയ. ഏത് അവസ്ഥയിലും ഇരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുവാ ഈ ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഈ വചനത്തെ ഈ സഹോദരങ്ങളുടെ ജീവിതങ്ങളിലേക്ക് റിലീസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ കുടുംബങ്ങൾ
കുടുംബങ്ങൾക്കകത്ത് ഇറങ്ങട്ടെ, ഇവിടെ കുടുംബ ജീവിതത്തിനകത്ത് ഇറങ്ങട്ടെ. ഇവിടെ കണ്ണുനീരുകളെ പരിശുദ്ധാത്മാവ് തുടയ്ക്കണമേ. ഇവിടെ തലമുറകളെ അങ്ങ് പുറത്തു കൊണ്ട് വരണമേ. ദൈവിക കാര്യത്തിനു വേണ്ടി തീരുമാനങ്ങൾ എടുത്തിട്ട്, ശുശ്രൂഷകൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുത്ത് ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് 2 സ്റ്റെപ്പ് പിറകോട്ട് വെച്ചതുപോലെ ഇരിക്കുന്ന പ്രിയ സഹോദര, നിന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ ഉണർത്തുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ പുറത്തു വരണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം നിനക്ക് വേണ്ടി ഉണ്ട്. ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ കാണിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. മറച്ചു വെക്കുന്നതിനെ, മറഞ്ഞിരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. കർത്താവ്, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഈ ജനത്തിന്റെ മേൽ ഇറങ്ങണം. അങ്ങയുടെ മഹത്വം ഈ ജനത്തിന്റെ മേൽ ഇറങ്ങണം. ഇവർ ദൈവ മഹത്വം കാണുന്നവരായി മാറട്ടെ. ദൈവത്തിന്റെ ഗ്ലോറി, എന്റെ കർത്താവിന്റെ മഹത്വം കുടുംബങ്ങൾക്കകത്ത് ഇറങ്ങട്ടെ, ദേശങ്ങൾക്കകത്ത് ഇറങ്ങട്ടെ. ജനത്തിന്റെ കഷ്ടത മാറി ജനം പുറത്തു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. തക്ക തുണ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്നതിനായി സ്തോത്രം. ചില ദൈവപ്രവൃത്തികൾ അനുകൂലമായി വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ. സകല മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. അങ്ങ് മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ.